കോഴിക്കോട്ടെ അർജുന് വേണ്ടിയുള്ള തെരച്ചിലാണ് നടക്കുന്നത്. ഇപ്പോൾ അർജുൻ്റെ സഹോദരി അഞ്ജു എന്നോടൊന്ന് വ്യക്തിപരമായിട്ട് സംസാരിക്കണം എന്ന രീതിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. അല്പനിമിഷങ്ങൾക്കകം അഞ്ജു ടെലിഫോണിൽ വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഞ്ജു, താങ്കളോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമാണ്, സന്തോഷമാണ്. താങ്കൾക്ക് ടെലിഫോണിൽ ചേരാം. എന്താണ് ആ കുട്ടിക്ക് പറയാനുള്ളത് എന്നെനിക്കറിയില്ല. പക്ഷേ ആ കുട്ടിക്ക് സംസാരിക്കണം എന്ന് 24-ൽ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളും അവരുമായിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞു. അഞ്ജു ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. അർജുൻ്റെ സഹോദരിയാണ് അഞ്ജു. അഞ്ജു, എന്നോട് എന്തോ പറയാനുണ്ട് എന്ന് പറഞ്ഞു. എന്താണ് അഞ്ജുവിന് പറയാനുള്ളത്? അല്ല സാർ, നമുക്ക് ഇന്ന് രാവിലെയൊക്കെ ഹസ്ബൻഡ് വിളിച്ചപ്പോൾ അവിടെ ആർമിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. പിന്നെ അവിടെ ആ ഒരു രക്ഷാപ്രവർത്തനം നടക്കാൻ അവർക്ക് നല്ല ഡിലേ ഉണ്ടായിരുന്നു. അവർ രാവിലെ 8:45 വിളിച്ച സമയത്ത് ആ സമയം വരെ അവിടുത്തെ നമ്മുടെ NDRFന്റെ ടീമൊന്നും തുടങ്ങിയിട്ടില്ല. അറ്റ്ലീസ്റ്റ് JCBയിൽ മണ്ണെടുക്കാനും കൂടി തുടങ്ങിയില്ല. അവർക്ക് കളക്ടർ എത്താതെ തുടങ്ങാനൊരു ഇതുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അഞ്ജു, അവിടെ നമ്മുടെ പ്രതിനിധി അരുൺ പൂപ്പറമ്പയുണ്ട്. വേണമെങ്കിൽ അഞ്ജു ഒരു കാര്യം ചെയ്യും. അവിടെ അഞ്ജുവിൻ്റെ ഒരു സംശയം, അവിടെ സ്പീഡിൽ കാര്യങ്ങൾ നടക്കുന്നില്ലല്ലേ? നമുക്ക് വേണമെങ്കിൽ അഞ്ജുവിന് നേരിട്ട് തന്നെ ഈ അരുൺ പൂപ്പറമ്പ അവിടെ ഉണ്ട്, ഞങ്ങളുടെ പ്രതിനിധി. ഇപ്പോൾ ഈ മണ്ണ് ഇപ്പോൾ ഈ JCB കാണുന്നില്ലേ, ഈ JCBയുടെ അടുത്ത് തന്നെ ഈ നമ്മുടെ മാധ്യമ സംഘം നിൽക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ പ്രതിനിധി അരുൺ പൂപ്പറമ്പയുണ്ട്. അഞ്ജു ഒരു കാര്യം ചെയ്യും, അരുൺ പൂപ്പറമ്പയോട് നേരിട്ട് ചോദിച്ചോളൂ. അരുൺ പൂപ്പറമ്പ, താങ്കൾ റെഡി ആയിക്കോളൂ. അഞ്ജു കോഴിക്കോടെ അർജുൻ്റെ സഹോദരിയാണ് അഞ്ജു. അഞ്ജുവിന് എന്തോ ഒരു സംശയം ചോദിക്കാനുണ്ട്. അരുൺ പൂപ്പറമ്പ ഇന്നലെ രാത്രിയിൽ അവിടെ എത്തിയതാണ്. ചോദിച്ചോളൂ അഞ്ജു. ഹലോ സർ. പറഞ്ഞോളൂ അഞ്ജു, പറഞ്ഞോളൂ. കണക്ട് ആയിട്ടുണ്ട് സർ. അഞ്ജു പറഞ്ഞോളൂ, അയാൾ കേൾക്കുന്നുണ്ട്, അരുൺ പൂപ്പറമ്പ കേൾക്കുന്നുണ്ട്. അല്ല, നമുക്ക് അവിടെ ഒരു ചെറിയ ഡിലേ വരുന്നുണ്ട്. അവിടെ എന്താണ് ഈ അതോറിറ്റീസ് ഒന്നും എത്താത്തതുകൊണ്ടുള്ള ഒരു ഡിലേ അവിടെ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞ്. പിന്നെ നമ്മുടെ MVD ഒക്കെ ഓവർ ഫോൺ വെർബലി വാങ്ങിച്ചിട്ടാണ് ഇപ്പൊ അവിടെ കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് പറഞ്ഞ് കുറച്ച് നേരത്തെ വിളിച്ചപ്പോൾ. പിന്നെ ആർമിയുടെ കാര്യത്തിൽ ഒരു ചെറിയൊരു ആശങ്ക പോലെ നമുക്ക് തോന്നി, അവിടെ എത്തുമോ അല്ലെങ്കിൽ ഈ ഇപ്പൊ നിലവിൽ നടക്കുന്ന പോലെ മതി എന്നുള്ളൊരു സംസാരങ്ങളും ഇവിടുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ആശങ്കേന്റെ പുറത്ത് ഞാൻ വിളിച്ചതായിരുന്നു സാറിന്. അരുൺ പൂപ്പറമ്പ ഇപ്പോൾ താങ്കളോട് ഈ ചോദിച്ച കാര്യത്തിന് മറുപടി പറയും. അരുൺ പൂപ്പറമ്പ, അഞ്ജു കോഴിക്കോട് നിന്ന് അർജുൻ്റെ സഹോദരിയാണ്. താങ്കൾ വിവരങ്ങൾ പറയൂ. ഓക്കെ. ആദ്യം ഇപ്പോൾ അഞ്ജു പറഞ്ഞതുപോലെ ആദ്യഘട്ടത്തിൽ ഇന്ന് രാവിലെ നമ്മളത് പങ്കുവച്ചതാണ്. ആദ്യഘട്ടത്തിൽ ഈ രക്ഷാപ്രവർത്തനം തുടങ്ങാനും നടക്കാനും ഒരു ഡിലേ ഉണ്ടായിരുന്നു എന്ന കാര്യം അവർക്ക് ലഭിച്ച വിവരം ശരിയാണ്. അത് ആദ്യഘട്ടത്തിൽ കുറച്ച് വൈകിയാണ്. ഇന്നലെ ഒരു 6:30യോടൊക്കെ ഒരു വെളിച്ചം വീഴുന്ന സമയത്തൊക്കെ രക്ഷാപ്രവർത്തകർ NDRF സംഘമൊക്കെ ഇവിടെ എത്തി ക്യാമ്പ് ചെയ്തിരുന്നു. ഇന്ന് കുറച്ച് അല്പം വൈകിയാണ് തുടങ്ങിയത്. പിന്നീട് അവർ ജില്ലാ ഭരണകൂടത്തിൻ്റെയൊക്കെ അനുമതി ലഭിച്ചതിന് ശേഷം തുടങ്ങും എന്ന ഒരു വിശദീകരണമാണ് നൽകിയത്. പിന്നീട് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള സംഘം, പോലീസ് സംഘം, ഈ മോട്ടോർ വെഹിക്കിൾ സംഘം, അതോടൊപ്പം സ്ഥലം MLA ഉൾപ്പെടെ ഇവിടെ എത്തിയ ശേഷം അതിലൊരു വേഗത വന്നിട്ടുണ്ട്. നിലവിലിപ്പോൾ ഇവിടെ നടക്കുന്നത് നമ്മൾ ഇന്നലെ സിഗ്നൽ ലഭിച്ച ആ പോയിന്റിൽ അതിനും സമാന്തരമായി ഇങ്ങനെ വളരെ കുന്നുപോലെ കൂടിയിരിക്കുന്ന ഈ ചെളി നീക്കം ചെയ്യുകയാണ്. അതിനുശേഷമായിരിക്കും കൃത്യമായി അത് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ള രക്ഷാപ്രവർത്തനത്തിൽ കടക്കുക എന്നാണ് ഇവിടുന്ന് പറയുന്നത്. സൈന്യം എന്തായാലും 11 മണിയോടെ തന്നെ ഇവിടെ എത്തിച്ചേരുമെന്ന് ജില്ലാ ഭരണകൂടം വളരെ സ്ഥിരീകരിച്ച് ഉറപ്പിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അഞ്ജു ചോദിച്ച ഒരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം, യഥാർത്ഥത്തിൽ ഈ സൈന്യം എത്തിച്ചേരും, ഇപ്പോൾ 11 മണിക്ക് സൈന്യം എത്തിച്ചേരും എന്നാണല്ലോ പറയുന്നത്. അഞ്ജു ചോദിച്ചൊരു സംശയം അതാണ്, ഈ സൈന്യം എത്തിച്ചേരും എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണമുണ്ടോ? അങ്ങനെ സ്ഥിരീകരണം ഉണ്ടെങ്കിൽ അവർ എത്ര മണിക്ക് എത്തുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അഞ്ജു ടെലിഫോൺ ലൈനിൽ കാത്തു നിൽക്കുകയാണ്. അരുൺ SK, അത് കൃത്യം പറഞ്ഞാൽ അതൊരു 11 മണിയോടെ ഈ സൈന്യം 11 മണിക്ക് മുമ്പ് തന്നെ സൈന്യം എത്തുമെന്നാണ് ഇപ്പോഴും ഇവിടുന്ന് ഔദ്യോഗികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൽ ആ തീരുമാനത്തിൽ എന്തായാലും ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല. അങ്ങനെ ഒരു തീരുമാനം അത് നമുക്ക് ഉറപ്പിച്ച് തന്നെ ഏകദേശം പറയാം. അത് ജില്ലാ ഭരണകൂടമാണ് സ്ഥിരീകരിച്ചു പറയുന്നത്. ജില്ലാ ഭരണകൂടത്തിനാണ് അതുമായി ബന്ധപ്പെട്ട ഏകോപന ചുമതലയുള്ളത്. അവർ അത് ഉറപ്പിച്ചു പറയുന്നുണ്ട്. നേരത്തെ സ്ഥലം MLAയും നമ്മൾ സംസാരിച്ച ഘട്ടത്തിൽ 11 മണിക്ക് മുമ്പ് തന്നെ അവർ എത്തിച്ചേരും എന്ന വിവരം ഔദ്യോഗികമായി തന്നെ ഇവിടെ അറിയിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു തീരുമാനത്തിൽ സൈന്യം എത്തുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു തീരുമാനത്തിൽ മാറ്റമുള്ളതായി നമുക്ക് നിലവിൽ ഇവിടുന്ന് ലഭ്യമല്ല. ഔദ്യോഗികമായി സൈന്യം എത്തിച്ചേരുമെന്ന് തന്നെയാണ് SK അറിയിക്കുന്നത്, നിലവിൽ ഔദ്യോഗികമായി അറിയിക്കുന്നത്. യഥാർത്ഥത്തിൽ അഞ്ജു ചോദിച്ച മറ്റൊരു സംശയം ഉണ്ടല്ലോ, അവിടെ ഈ തെരച്ചിലിന് വേഗം കൂടിയിട്ടുണ്ടോ എന്ന കാര്യം. അഞ്ജു കേട്ടുകൊണ്ടിരിക്കുക ഈ താങ്കൾ ഈ പറയുന്നത്.
അരുൺ ഒരു സെക്കൻഡ്. അഞ്ജു, ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ടെലിഫോൺ ലൈനിലുണ്ട്. അഞ്ജുവിന് അദ്ദേഹത്തോട് ചോദിക്കാം, ഞാൻ ആ സ്വാതന്ത്ര്യം ഉപയോഗിക്കുകയാണ്. ശ്രീ സുരേഷ് ഗോപി, യഥാർത്ഥത്തിൽ ഈ ഡ്രൈവർ അർജുൻ്റെ സഹോദരി അഞ്ജു ടെലിഫോൺ ലൈനിൽ കോഴിക്കോട് നിന്ന് നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അറിയേണ്ട ഒരു വിവരം യഥാർത്ഥത്തിൽ ഈ ആർമി എത്തുമോ, അങ്ങയുടെ ഒരു ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടാകുമോ എന്ന കാര്യമാണ്. അഞ്ജു, ശ്രീ സുരേഷ് ഗോപിയോട് ചോദിച്ചോളൂ. സാർ ഇപ്പം വിളിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്, എന്താണെങ്കിലും ഇന്ന് എത്തും എന്നുള്ള രീതിയിൽ നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. സാർ ഇപ്പം വിളിച്ച് നമ്മളെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സുരേഷ് ഗോപി PM-നെ വിളിക്കുന്നത്. 34-നാണ് ഞാൻ PM-ന്റെ റെസിഡൻസി വിളിക്കുന്നത്. അവിടുന്ന് വിജയ് ബാബു സർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ആ റിപ്പോർട്ട് ഒത്തന്റിക് ആയിട്ട് പോകേണ്ടതായതുകൊണ്ട് ഞാൻ അവിടുത്തെ MP-യെ, എനിക്ക് വേണ്ടി അവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്തിരുന്ന BJP-യുടെ MP-യെ ഹെഗ്ഡെ ജിയെ വിളിച്ച് പറഞ്ഞ് CS-ന്റെ ഓഫീസിൽ നിന്ന് റിപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ എനിക്ക് ഇൻഫർമേഷൻ വരുന്നു, ആർമി ഹാസ് ടു ഗോ ദെയർ ഫ്രം ദി ബെൽഗാം യൂണിറ്റ്. കർണാടകത്തിലെ ബെൽഗാം യൂണിറ്റിൽ നിന്നുള്ള ആർമിയെ ഡിപ്ലോയ് ചെയ്യാൻ ഓൾറെഡി ഓർഡർ വന്നു കഴിഞ്ഞു. റിപ്പോർട്ട്സ്. ഓക്കെ, യഥാർത്ഥത്തിൽ ഈ അഞ്ജുവുമായിട്ട് താങ്കൾ കുറച്ചു മുമ്പ് സംസാരിച്ചു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ അവരെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി ഞാൻ PM-നെ വിളിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, അത് ഞാൻ എത്തിച്ചാൽ ഉടനെ തീരുമാനമുണ്ടാവും എന്ന് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് ഞാൻ പറഞ്ഞതാണ്. പക്ഷെ ഇങ്ങനെ ഒരു നീക്കം നടത്തി എന്നുള്ളത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അതിപ്പോ ഞാൻ കർണാടക MP-യെ വിളിച്ച് CS-നോട് വേഗം അയക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ നോ സർ, ഓർഡർ ഫ്രം ദ PM. ഓക്കെ, നല്ല കാര്യം. താങ്ക് യു. ഇതൊരു വലിയ ഇൻഫർമേഷൻ ആണ്. അത് മാത്രമല്ല ചേട്ടാ, ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഇന്നലെ അവിടെ ചില സ്കാനേഴ്സും റഡാർസും പോയിട്ട് പെനട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല വെളിയില്. ശരിയാ, ഓക്കെ. അതിന് ISRO-യും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ISRO-യും വരുന്നുണ്ട്. ഓക്കെ, ഒരു സെക്കൻഡ് ശ്രീ സുരേഷ് ഗോപി. അഞ്ജു, അദ്ദേഹത്തോട് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ അഞ്ജുവിന്? ഇല്ല സാർ. സാറിന്റെ ഈ ഒരു ഹെൽപ്പ് തന്നെ നമുക്ക്. അദ്ദേഹം പറഞ്ഞത് മനസ്സിലായല്ലോ. യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി അദ്ദേഹം വിളിച്ചു, അതിന്റെ ഭാഗമായിട്ട് ഒരു ഇടപെടൽ നടന്നു. അദ്ദേഹത്തെ അറിയിക്കുന്നതിനേക്കാളും വേഗത്തിൽ അവിടുന്ന് സൈന്യം ബെൽഗാമിൽ നിന്ന് മൂവ് ചെയ്തു തുടങ്ങി എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ അഞ്ജു, താങ്ക് യു ഫോർ കോളിംഗ്. ശ്രീ സുരേഷ് ഗോപി, യഥാർത്ഥത്തിൽ അങ്ങ് ഈ കാര്യം യഥാർത്ഥത്തിൽ ഈ അർജുൻ്റെ കാര്യത്തിൽ വളരെ നിരന്തരമായി ഇടപെടുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. താങ്ക് യു ഫോർ ജോയിനിങ് ഇൻ 24. നമുക്കിതേ ചെയ്യാൻ പറ്റുന്നുള്ളല്ലോ എന്നുള്ള വിഷമമേ ഉള്ളൂ. ഓക്കെ. താങ്ക് യു ശ്രീ സുരേഷ് ഗോപി. താങ്ക് യു. കേന്ദ്ര പെട്രോളിയം ആൻഡ് ടൂറിസം സഹമന്ത്രി ശ്രീ സുരേഷ് ഗോപിയാണ് ടെലിഫോൺ ലൈനിൽ ചേർന്ന്. കോഴിക്കോട്ടെ അർജുൻ്റെ സഹോദരി അഞ്ജു ആണ് ടെലിഫോൺ ലൈനിൽ ഉണ്ടായിരുന്നത്. അഞ്ജുവിൻ്റെ സംശയമായിരുന്നു. എന്നാൽ അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എനിക്കൊന്ന് പ്രേക്ഷകരെ നമുക്ക് ടിക്കറിലൂടെ ഒന്ന് അറിയിക്കാം. പ്രധാനമന്ത്രി ഈ കാര്യത്തിൽ നേരിട്ട് ഇടപെട്ടു, അദ്ദേഹത്തിൻ്റെ ഇടപെടൽ മൂലം. മാത്രമല്ല, ബെൽഗാവിൽ നിന്ന്, പഴയ ബെൽഗാം എന്ന് പറയുന്ന ഇപ്പോഴത്തെ ബെൽഗാവിൽ നിന്ന് സൈന്യം നീങ്ങിത്തുടങ്ങി ഒരു വേറെ ഒരു ഇടപെടൽ കാത്തു നിൽക്കാതെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് നിർദ്ദേശം കൊടുത്തതിൻ്റെ പശ്ചാത്തലത്തിൽ സൈന്യം അവിടെ ഈ അപകട സ്ഥലത്തേക്ക് മൂവ് ചെയ്ത് തുടങ്ങിയെന്നാണ് അറിയുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് 11 മണി കഴിയുമ്പോൾ സൈന്യം അവിടെ എത്തുമെന്നാണ്. സൈന്യം എത്തുന്നതോടെ കുറച്ചുകൂടി ഈ രക്ഷാദൗത്യം വേഗത്തിലാകും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുന്നു.